Good morning, students. In the last class, we discussed about what is website and what is the process of web designing and what are the different elements of web design. Okay. Today, we study about the visual elements of a web design. There are 10 visual elements of web design. They are layout, color, graphics, fonts, content, shape, direction, multimedia, compatibility, technology. In order to come with a good web design and an effective visual and technical appeal of a website, there are some elements that must be incorporated. In order to achieve a web design and to give an effective visual and technical appeal to a website, there are some elements that must be considered. The different types of visual elements of a web design are layout, color, graphics, font, content, shape, direction, multimedia, compatibility, and technology. First, we have to study about the layout. Layout is the most important element of a web design. It is a method to arrange graphics, ads, and text in a website. ഒരു വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഗ്രാഫിക്സ്, അതുപോലെ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്, അഡീഷണൽ ആഡ്സ് കൊടുക്കുന്നത്, ഇതെല്ലാം ആ ലേഔട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ്. അപ്പം ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അറേഞ്ച് ഗ്രാഫിക്സ്, ആഡ്സ് ആൻഡ് ടെക്സ്റ്റ് ഇൻ എ വെബ്സൈറ്റ്. ദ മെയിൻ ഗോൾ ഓഫ് വെബ്സൈറ്റ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ വിസിറ്റേഴ്സ് അറ്റ് എ ഗ്ലാൻസ്. ഇറ്റ് റിക്വയർസ് മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ ഐറ്റംസ്, കൺസിസ്റ്റൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡിസൈൻ. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓവറോൾ ലേഔട്ട് എന്ന് പറയുന്നത് വിസിറ്റേഴ്സിന് അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, കളർ. ദ ചോയ്സ് ഓഫ് കളേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് ആൻഡ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മൾ ആ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ദ പർപ്പസ് ഓഫ് ബിസിനസ്. It could be simple black and white to multicolored design, conveying the personality of a person or the brand of an organization. ആ ഓർഗനൈസേഷൻ്റെ ബ്രാൻഡിനെ മാച്ച് ആയിട്ടുള്ള, അതുപോലെ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സണിനെ കൺവേ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസൈൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് ക്യാൻ ഇൻക്ലൂഡ് ലോഗോസ്, ഫോട്ടോസ്, ക്ലിപ്പ് ആർട്ട് ഓർ ഐക്കൺസ്, all of which enhance the web design. Graphics means we know graphics logos ആവാം, photos or clip art or icons, any animation works that is included in graphics. All of this to be placed suitably, working with the color and content of the web page so that user friendliness can be achieved. Graphics should not make the site too congested or slow to load. ഒരുപാട് നമ്മൾ ഗ്രാഫിക്സ് ചെയ്ത് നമ്മുടെ സൈറ്റിനെ ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്ന, ഒരു കൺജസ്റ്റഡ് ആക്കരുത്. എന്നാൽ നമ്മുടെ ഓർഗനൈസേഷന് മാച്ച് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് വർക്കുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഫോൺട്സ്. ദ യൂസ് ഓഫ് വേരിയസ് ഫോൺട്സ് ക്യാൻ എൻഹാൻസ് എ വെബ്സൈറ്റ് ഡിസൈൻ. മോസ്റ്റ് വെബ് ബ്രൗസർ ക്യാൻ ഓൺലി റീഡ് എ സെലക്റ്റഡ് നമ്പർ ഓഫ് ഫോൺട്സ് നോൺ ആസ് വെബ് സേഫ് ഫോൺട്സ്. Therefore, the designer should use these widely accepted groups of fonts. നമുക്കറിയാം, നമ്മളൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺട്സ് അവൈലബിൾ ആണ്. അപ്പം സിസ്റ്റത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺട്സ് നമുക്ക് പർട്ടിക്കുലർ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ബോൾഡ് ആക്കാനും ഇറ്റാലിക് ആക്കാനും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ സൈറ്റിന് മാച്ച് ആയിട്ടുള്ള ഫോണ്ട് ടെക്സ്റ്റിന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, കണ്ടൻറ്റ്. Content and design can work together to enhance the message of the site through visuals and text. Written text should always be relevant and useful. Contents means നമ്മൾ സൈറ്റിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്ന റിട്ടേൺ ടെക്സ്റ്റിലായിരിക്കും. ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ദ റിട്ടേൺ ടെക്സ്റ്റ് ഷുഡ് ഓൾവേസ് ബി റെലവൻറ്റ് ആൻഡ് യൂസ്ഫുൾ. It should not confuse the reader and it must provide them the required information so they will remain on the site. Content should be optimized for search engines and be of suitable length, incorporating the relevant keywords.
ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുമ്പം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കാതെ ആ സൈറ്റിന് സ്യൂട്ടായിട്ടുള്ള 2 or 3 സെൻറ്റൻസിൽ കണ്ടൻറ്റ് എപ്പോഴും ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഷേപ്പ്. സ്ക്വയേഴ്സ് ഓർ റെക്ടാങ്കുലർ ഷേപ്സ് ആർ യൂസ്ഡ് ഇൻ മോസ്റ്റ് വെബ്സൈറ്റ്സ് ബട്ട് ദേ ഡോണ്ട് നെസസറി ഹാവ് ടു ബി. ഷേപ്പ് നമുക്ക് സ്ക്വയേഴ്സോ റെക്ടാങ്കുലർ ഷേപ്സോ ഒക്കെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യാം. ഷേപ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് ആൻ എൻക്ലോസ്ഡ് ബൗണ്ടറി ഇൻ ദ ഓവറോൾ ഡിസൈൻ. നമ്മൾ ആ ഓവറോൾ ഡിസൈനിൽ ഷേപ്പ് എന്നുള്ളതിന് ഒരു റെസ്പോൺസിബിൾ ഉണ്ട്. ഷേപ്പ് ഒരു ഗുഡ് ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഡയറക്ഷൻ. ഡയറക്ഷൻ ഈസ് ദ എലമെൻറ്റ് ഓഫ് എ വെബ് ഡിസൈൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ എലോവിങ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ഓർ മോഷൻ. എന്തെങ്കിലും മൂവ്മെൻറ്റോ മോഷൻസോ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്നുള്ള ആ ഒരു ഡയറക്ഷൻ നമ്മളവിടെ മെൻഷൻ ചെയ്യണം. എ ഗുഡ് വെബ് ഡിസൈൻ ഈസ് വൺ വിച്ച് ഓട്ടോമാറ്റിക്കലി മേക്സ് വിസിറ്റേഴ്സ് ഐസ് മൂവ് ഫ്രം വൺ കോർണർ ഓർ കണ്ടൻറ്റ് ഓഫ് ദ വെബ്സൈറ്റ് ടു അനദർ അക്കോർഡിംഗ് ടു റിലവൻസ് ഓർ ഹൈറാർക്കി. നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനെ അനുസരിച്ചിട്ട് വേണം ഈ ഡയറക്ഷനൊക്കെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ വ്യൂവിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഈ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ മൾട്ടിമീഡിയ. റെലവൻറ്റ് വീഡിയോ ആൻഡ് ഓഡിയോ സ്റ്റിമുലി ഇൻ ദ ഡിസൈൻ ക്യാൻ ഹെൽപ്പ് യൂസേഴ്സ് ടു ഗ്രാസ്പ് ദ ഇൻഫർമേഷൻ understanding in an easy and quick manner. Multimedia means any graphics, animation works we can include it. This can encourage visitors to spend more than time on the web page. മോർ ടൈം വിസിറ്റേഴ്സിന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇത്, അതായത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാനും നമ്മുടെ വെബ്സൈറ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ കമ്പാറ്റബിലിറ്റി. A web design should allow the web page to perform equally well on different browsers and operating system to increase its viewing. നമ്മളെപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് കമ്പാറ്റബിലിറ്റി. അപ്പം അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും എപ്പോഴും അലൗവ്ഡ് ആയിട്ടുള്ള അതുപോലെ ഉള്ള വെബ്സൈറ്റ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ലാസ്റ്റ് വൺ ടെക്നോളജി. Advancement in technology give designers the freedom to add movement and innovation, allowing for web design that is always fresh, dynamic and professional. നമുക്കറിയാം IT ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഫീൽഡിൽ എപ്പോഴും ടെക്നോളജീസ് അപ്ഡേറ്റഡ് ആണ്. അപ്പം അഡ്വാൻസ്ഡ് വരുന്ന ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായിരിക്കും മോർ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ ഫ്രഷ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്കപ്പോൾ പോസിബിൾ ആവും. ഓക്കെ, ദീസ് ആർ ദ വിഷ്വൽ എലമെൻറ്റ്സ് ഓഫ് വെബ് ഡിസൈൻ. ഒരു വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കെയർ ചെയ്യേണ്ട ഡിഫറെൻറ്റ് വിഷ്വൽ എലമെൻറ്റ്സ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്പിംഗ് വെബ്സൈറ്റ്. Web design is not only concerned with the appearance of website but also its working and responsiveness. In web design, designers include not just those elements that add a visual appeal to it but also try to make it highly responsive, functional, quick and useful. In order to create a highly usable and effective website, designers follow certain principles which are given below. ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പം സർട്ടൈൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അത് അട്രാക്റ്റീവ് ആവണമെന്ന് മാത്രമല്ല, അതിൽ കൊടുക്കുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസേഴ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഡിസൈനേഴ്സ് കുറച്ച് റൂൾസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ആക്സസിബിലിറ്റി. ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് when designing a website is its accessibility. When a visitor enters the website, he must be able to access each bit of information in an easier manner. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയാണ്. ഒരു വിസിറ്റർ നമ്മുടെ വെബ്സൈറ്റ് എൻ്റർ ചെയ്യുമ്പം he or she must be able to access each bit of information in an easier manner. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഓരോ ഇൻഫർമേഷൻസും ആക്സസ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് ഏബിൾ ആയിരിക്കണം. ദിസ് മീൻസ് ദാറ്റ് ദ ടെക്സ്റ്റ് മസ്റ്റ് ബി ലെജിബിൾ, ദ കളേഴ്സ് മസ്റ്റ് നോട്ട് ബി ഹാഷ് ഓൺ ദ ഐസ് ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് നോട്ട് ഓവർ പവർ ദ കണ്ടൻറ്റ് എക്സെട്ര. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ്, ലെജിബിളായിട്ടുള്ള ടെക്സ്റ്റ്, അതിൻ്റെ കളേഴ്സ്, ഫോണ്ട് സൈസ്, അതെല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, കണ്ടൻറ്റ് കൊടുക്കുന്നത്, ഇതെല്ലാം
ആ ഒരു സൈറ്റിന് സ്യൂട്ടബിൾ ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. കസ്റ്റമേഴ്സ് ആർ ഓൺലൈൻ 24/7 ആൻഡ് സച്ച് ദേ എക്സ്പെക്ട് ടു ബി ഏബിൾ ടു ഇൻറ്ററാക്ട് വിത്ത് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ. വെനെവർ ആൻഡ് വേറെവർ ദേ ആർ ഓൺലൈൻ. അവരെപ്പോൾ ഓൺലൈൻ ആകുമ്പോഴും നമ്മുടെ വെബ്സൈറ്റ് അവർക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ ഇൻറ്ററാക്ട് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. Customers and potential customers can visit website for support or to get information about new and upcoming products and services whenever it is convenient for them. അപ്പം നമ്മളുടെ നോർമലി ഉള്ള കസ്റ്റമേഴ്സും അതുപോലെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് അതുപോലെ അവർക്ക് വേണ്ട സപ്പോർട്ട് അതുപോലെ അപ്കമിങ് പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. Next one, simplicity. Companies should keep their website simple and clean along with a user-friendly interface to help visitors search for information they needed easily. ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സിമ്പിൾ വെബ്സൈറ്റ് ആയിരിക്കണം, അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. They will not tolerate a clutter website where it's difficult to find information they are searching. ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ട് യൂസേഴ്സിന് തോന്നരുത്. The purpose of the website is to welcome the potential customer and not disturb them with negative outlook. അവർക്കൊരു നെഗറ്റീവ് ഔട്ട്ലുക്ക് കൊടുത്ത് ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളുടെ ഡാറ്റാസ് ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണ്ടൻറ്റ്. Everyone who visits a website is looking for some kind of information or content, and thus it is very important to communicate with them clearly and in an engaging manner. വെബ്സൈറ്റ് എല്ലാവരും ലുക്ക് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷനോ കണ്ടൻറ്റിനോ സെർച്ച് ചെയ്യുന്നതിനാണ്. അപ്പം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം, അതുപോലെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. ദ ഇൻഫർമേഷൻ മസ്റ്റ് ബി കമ്പല്ലിംഗ്, ഈസി ടു റീഡ് ആൻഡ് ഈസി ടു പ്രോസസ്. Thus, websites are not just about colors, layouts or graphics alone, but a major role is displayed by its content. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ കളറോ ലേഔട്ടോ ഗ്രാഫിക്സോ ഒന്നുമല്ല, അതിൻ്റെ മേജർ റോൾ എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പം മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, റെലവൻറ്റ് ഡാറ്റാസ്, ഫീൽഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവണം. ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, യൂണിക് ആൻഡ് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഹാസ് ഗെയിൻഡ് ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ വേൾഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. Good contents helps website to grow on search engines like Google in easy to optimize. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ, ഗുഡ് കണ്ടൻറ്റ് ആണെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ഗ്രോ ചെയ്യും. സെർച്ച് എൻജിൻസിൽ ഫസ്റ്റൊക്കെ എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വെബ്സൈറ്റൊക്കെ ഫസ്റ്റിൽ ഷോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് വേണം യൂസേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും അതുപോലെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതും. According to this concept, visible language is the content people see on the screen and involves three fundamental principles. Three fundamentals principle follow ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനും കണ്ടൻറ്റും ഡിസ്പ്ലേ ചെയ്യുന്നത്. They are given as follows. First one, organize. The first principle of visible language or effective communication is to provide the visitors a clear and highly consistent layout or structure. This includes the layout involving the division of contents, consistency, navigation, as well as visual appeal. In order to make website communicate effectively, it is necessary to organize and place blocks of information in an easy process manner. അപ്പോൾ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ വെബ്സൈറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വെൽ ഫോർമാറ്റിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ കണ്ടൻറ്റ്, നാവിഗേഷൻ പേജസ്, കൊടുക്കുന്ന ലിങ്ക്സ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് വൺ, എക്കണോമൈസ്. ദിസ് പ്രിൻസിപ്പിൾ ഇൻവോൾവ്സ് അച്ചീവിങ് മോർ ബൈ യൂട്ടിലൈസിങ് ലെസ്. ദിസ് മീൻസ് ദാറ്റ് ഡിസൈനർ മസ്റ്റ് ട്രൈ ടു ഡെലിവർ ദ മോർ ഇൻഫർമേഷൻ വിത്ത് ലെസ് വിഷ്വൽ എലമെൻറ്റ്സ്. ഇൻഫർമേഷൻസ് അവർക്ക് കൂടുതലായിട്ട് ഡെലിവർ ചെയ്യണം, ലെസ് വിഷ്വൽ എലമെൻറ്റ്സ് ആയിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിഷ്വൽ എലമെൻറ്റ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് കാര്യമില്ല. കൊടുക്കുന്ന കണ്ടൻസും ഇൻഫർമേഷൻസും ആപ്റ്റായിട്ടുള്ളതും ഈസി ആയിട്ട് ഡെലിവർ ചെയ്യാനായിട്ടുള്ളതും ആയിരിക്കണം. ദ ഡിസൈൻ ഓർ ലേഔട്ട് മസ്റ്റ് ബി ഫ്രീ ഓഫ് ക്ലട്ടർ, ഷുഡ് ബി സിമ്പിൾ ആൻഡ് മസ്റ്റ് ഹാവ് ഹൈ ഡിഗ്രി ഓഫ് ക്ലാരിറ്റി. നമ്മൾ ലേഔട്ട് ചെയ്യുന്നത് ഫ്രീ ആയിരിക്കണം, അതുപോലെ സിമ്പിളും ക്ലാരിറ്റിയോടുകൂടി ഉള്ള കണ്ടൻസുകളും ആയിരിക്കണം നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്.
It must throw emphasis on what is important and create distinctiveness between different elements. ഒരു ക്ലിയർ പിക്ചർ നമ്മൾ ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ടൻ്റ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റ്. ദ യൂസർ ഇൻ്റർഫേസ് ഓഫ് ദ വെബ് ഡിസൈൻ മസ്റ്റ് ബി സച്ച് ദാറ്റ് യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ഇൻ മോസ്റ്റ് കൺവീനിയൻറ്റ് വേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് യൂസറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഗുഡ് മാനറിലായിരിക്കണം. ദർ മസ്റ്റ് ബി ബാലൻസ് ബിറ്റ്വീൻ റീഡബിലിറ്റി, ലെജിബിലിറ്റി, കളർ, ടെക്സ്ചർ ആൻഡ് വ്യൂസ്. Besides this, the contents given on the website must be appropriate, well written and easy to understand, and should be written keeping in mind concept of search engine optimization. യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അതുപോലെ വെൽ റിട്ടൺ ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ, നാവിഗേഷൻ. It is very important for a website. In many cases, visitors face frustrating experiences because they are unable to figure out where to go or where they were. നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുമ്പം ആ വെബ്സൈറ്റിൽ നമുക്ക് ഏത് പേജിൽ നിന്ന് ഏത് പേജിലോട്ട് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യണം, നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ പോലും കസ്റ്റമേഴ്സിന് ഉണ്ടാവാൻ പാടില്ല. Therefore, web designers should have a clear idea about managing navigation in a website. There are few common rules to remember here. Buttons meant for navigation should be placed at the top of the page so that it is easy to identify it. ഇപ്പോൾ ഒരു പേജിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബട്ടൺ പ്ലേസ് ചെയ്യുന്നത് പ്രോപ്പർ മാനറിലായിരിക്കണം. അതിൻ്റെ ബട്ടൺസിൻ്റെ നാവിഗേഷൻസ് ടോപ്പ് ഓഫ് ദ പേജിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം, ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ഷുഡ് ലുക്ക് ലൈക്ക് നാവിഗേഷൻ ബട്ടൺസ് ആൻഡ് ബി വെൽ ഡിസ്ക്രൈബ്ഡ്. The text of button should be very clear. It is also important to make navigation usable. ഇപ്പോൾ നാവിഗേറ്റ് ചെയ്ത് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ആ പേജസിൻ്റെ ബട്ടൺസ് ക്ലിയർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ, പ്രസിഡൻസ്. എ വെബ്സൈറ്റ് ഈസ് മീൻ ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു വിസിറ്റേഴ്സ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടൂൾ ടു ഡു ദീസ് ഈസ് പ്രസിഡൻസ്. It is about how much visual weight need to be given to different parts for design. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതിൻ്റെ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതിനൊരു പ്രസിഡൻസ് ഉണ്ട്. അത് എത്ര വിഷ്വൽ വെയിറ്റ് നമ്മൾ യൂസേഴ്സിന് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മളുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ദ ലോഗോ ഓഫ് കമ്പനി വിൽ ബി ഫസ്റ്റ് സീൻ ഇൻ മോസ്റ്റ് സൈറ്റ്. ഇറ്റ് ഈസ് ജനറലി ലാർജ് ആൻഡ് സെറ്റ് അറ്റ് എ പ്രൊമിനൻറ്റ് പ്ലേസ്, ജനറലി അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ലോഗോ ഓഫ് കമ്പനി ഫസ്റ്റ് ആയിരിക്കും മോസ്റ്റ് സൈറ്റിലും കാണുന്നത്. ഇറ്റ് ഈസ് ജനറലി ലാർജ് ആയിരിക്കും, അതുപോലെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ലെഫ്റ്റിലായിരിക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് പീപ്പിൾ ലുക്ക് ആൻഡ് കോൾഡ് ഇറ്റ് ആസ് പ്രസിഡൻസ്. അതാണ് നമ്മൾ പ്രസിഡൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്ലേസ് നമ്മൾ നോക്കുന്നത് ആ ഒരു കമ്പനിയുടെ ലോഗോ ആയിരിക്കും. ദിസ് മീൻസ് പ്രസിഡൻസ് ഓൾസോ മീൻസ് ഡയറക്റ്റിംഗ് ദ യൂസേഴ്സ് ഐ ത്രൂ എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഫോർ എക്സാമ്പിൾ, designer may want the user to go from or brand to a primary positioning statement next to punchy image, then go to main body text with navigation and a sidebar taking a secondary position in the sequence. അപ്പോൾ ഒരു ഡിസൈനർ ഒരു യൂസർ ഒരു പേജിൽ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ബ്രാൻഡ് ഓഫ് ദ ഓർഗനൈസേഷൻ നോക്കി, അതിൻ്റെ പ്രൈമറി പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദെൻ അതിൻ്റെ ഇമേജ്, ദെൻ മെയിൻ ബോഡി ടെക്സ്റ്റ്, അങ്ങനെ ആയിരിക്കും നാവിഗേറ്റ് ചെയ്യുക. അപ്പം ഇനി പ്രസിഡൻസ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പം ഇൻഫർമേഷൻസ്, കളറ്, കോൺട്രാസ്റ്റ്, സൈസ്, ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പ്രസിഡൻസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പൊസിഷൻസ് ഓഫ് ഇൻഫർമേഷൻ, കളർ, കോൺട്രാസ്റ്റ്, സൈസ് ആൻഡ് ഡിസൈൻ എലമെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗുഡ് സ്ട്രക്ചർ. A web page must have a good structure and should be simple to understand so that users would not have to think which way to go. It must be self-explanatory. ഒരു ഗുഡ് സ്ട്രക്ചർ നമ്മുടെ വെബ്സൈറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അത് യൂസേഴ്സിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റണം. There should not be question marks or queries come up and make the navigation intuitive and simple. ക്വസ്റ്റ്യൻ മാർക്സും ക്വറീസും ഒന്നും ഇല്ലാതെ തന്നെ, ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ യൂസേഴ്സിന് നമ്മളുടെ വെബ്സൈറ്റ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. This helps to increase the usability of website and also make it much more engaging. The structure must be free from lots of cognitive load so that visitors don't have to wonder how to move from one point to another.
അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഗുഡ് ഒരു സ്ട്രക്ചറിൽ നമ്മൾ വെബ്സൈറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന് ഈസി ആയിട്ട് ഇൻഫർമേഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, typography. The text is the most common element of a design, so a lot of attention to be given on it. Following things can consider in this respect. നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പം കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ഫോളോയിങ് തിങ്സ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് വൺ, ഫോണ്ട് ചോയ്സസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ട്സ് ആർ അവൈലബിൾ ഓഫ് വെബ് ഡിസൈൻ. Some look modern, some look ugly. So it's essential to use the right font for the job. Font choices, there are different types of fonts are available. Caliber, Arial Black, Times New Roman, etc. So we have to choose appropriate font for the job. Okay. Next one, font size. Size of the font is also important. Formerly there was a trend to use small text, but today designers realized that ടെക്സ്റ്റ് ഈസ് മെൻ ടു ബി റീഡ്, നോട്ട് ജസ്റ്റ് ലുക്ക്ഡ് അറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് വെറുതെ ലുക്ക് ചെയ്യാനല്ല, റീഡ് ചെയ്യാനായിട്ട് അത്രയും ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെർഫോർ ടെക്സ്റ്റ് സൈസ് ആർ കൺസിസ്റ്റൻറ്റ്, ലാർജ് ഇനഫ് ടു ബി റീഡ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് സോ ദാറ്റ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് സ്റ്റാൻഡ് ഔട്ട് അപ്രോപ്രിയേറ്റ്ലി. The next one, spacing. Spacing between lines and away from other objects is important to consider. It is also worth to think about spacing between litterals. നമ്മൾ സ്പേസിങ് കൊടുക്കുന്നത് ഒബ്ജക്ട്സിന് ലൈൻസുകൾ തമ്മിൽ സ്പേസിങ് കൊടുക്കുന്നു. അതൊരു ഗുഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് സ്പേസിങ് കൊടുക്കുന്നത്. അതൊരു ഗുഡ് മാനറാണ്. അപ്പോൾ ആ സ്പേസിങ് എവിടെയൊക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ലൈൻ ലെങ്ത്ത്. ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ റിഗാർഡിംഗ് ലൈൻ ലെങ്ത്, ബട്ട് ജനറലി ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോങ്. ലൈൻ ലെങ്ത്ത് കൊടുക്കാൻ നമുക്കതുപോലെ ഒരുപാട് ലോങ് ആയിട്ടുള്ളതല്ലാതെ സ്മോൾ ആയിട്ടുള്ള ലൈൻ ലെങ്ത്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, കളർ. സ്യൂട്ടബിൾ കളേഴ്സ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ടെക്സ്റ്റ് പ്രസൻറ്റേഷൻ. നമുക്ക് ടെക്സ്റ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, പാരഗ്രാഫിംഗ്. ഡിസൈനേഴ്സ് മേ പ്രാക്ടീസ് ടു ജസ്റ്റിഫൈ ടെക്സ്റ്റ് എവരിവെയർ. ഇറ്റ് ക്രിയേറ്റ്സ് നൈസ് എഡ്ജസ് ഓൺ എയ്തർ സൈഡ് ഓഫ് പാരഗ്രാഫ്സ്. പാരഗ്രാഫ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. Next one, spacing. There is a tendency to fill every available space on web page with information. Empty spaces seem to be wasteful. അപ്പോൾ ഒരു അവൈലബിൾ സ്പേസ് എല്ലാം ഫില്ല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വെബ് പേജിലുണ്ട്. അപ്പോൾ എംപ്റ്റി സ്പേസസ് ഒക്കെ വേസ്റ്റ് ആണ്. ഇൻഫാക്ട് ദ ഓപ്പോസിറ്റ് ഈസ് ട്രൂ. സ്പേസിങ് മേക്സ് തിങ്സ് ക്ലിയറർ. അപ്പോൾ നമുക്ക് എവിടെ ആവശ്യമുണ്ടോ അവിടെ മാത്രം സ്പേസസ് യൂസ് ചെയ്യാം. സ്പേസസിൽ തന്നെ ലൈൻ സ്പേസിംഗ് ഉണ്ട്. ലൈൻ സ്പേസിംഗ്, ദർ ഷുഡ് ബി അഡിക്വേറ്റ് സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ദ ടെക്സ്റ്റ് ടു ഇംപ്രൂവ് റീഡബിലിറ്റി. നമുക്ക് റീഡ് ചെയ്യാനായിട്ട് കൂടുതൽ ഈസി ആവുന്ന രീതിയിൽ എവിടെയൊക്കെ ലൈൻ സ്പേസിംഗ് വേണോ അവിടെയെല്ലാം അത് പുട്ട് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് വൺ, പാഡിങ്. ഇറ്റ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റ്. എലമെൻറ്റ്സും ടെക്സ്റ്റും തമ്മിലുള്ള സ്പേസിങ്ങിനാണ് പാഡിംഗ് എന്ന് പറയുക. ആ സ്പേസും നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് ഡസൻറ്റ് നീഡ് ടു ബി വൈറ്റ്. വൈറ്റ് സ്പേസ് എന്ന് പറയുന്ന വൈറ്റ് എന്നല്ല, ദ ടേം സിംപ്ലി റെഫേഴ്സ് ടു എംപ്റ്റി സ്പേസ് ഓൺ എ പേജ്. പേജിൻ്റെ എംപ്റ്റി സ്പേസിനെയാണ് നമ്മൾ വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് സ്പേസ് ഈസ് യൂസ് ടു ഗീവ് ബാലൻസ്, പ്രൊപ്പോർഷൻ ആൻഡ് കോൺട്രാസ്റ്റ് ടു എ പേജ്. എ ലോട്ട് ഓഫ് വൈറ്റ് സ്പേസ് ടെൻസ് ടു മേക്ക് തിങ്സ് സീം മോർ സ്റ്റൈലിഷ് ആൻഡ് സ്മാർട്ട്. ഫോർ എക്സാമ്പിൾ, ആഡ് ഫോർ ബിഗ് ബ്രാൻഡ്സ് ഓഫ് വാച്ചസ് ആൻഡ് കാർസ് ആൻഡ് ദ like tend to have a lot of empty space used as an element of design. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളിടത്ത് വൈറ്റ് സ്പേസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ വെബ് ഡിസൈനെ കുറച്ചും കൂടെ ഭംഗിയാക്കാം. വൈറ്റ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന എംപ്റ്റി സ്പേസ് ആണ്. അപ്പോൾ സ്പേസ് ആവശ്യമുള്ളിടത്ത് നമുക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്പിംഗ് എ വെബ്സൈറ്റ്. ആൻഡ് ഹിയർ you have to answer these questions. The first question is, what are the different visual elements of a web design? And second one is, what do you mean by regular testing? Okay, thank you.